പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റമദാൻ മാസത്തിന്റെ സവിശേഷത വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസം എന്നുള്ളതാണ്. ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ. ആ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് അള്ളാഹു സാക്ഷ്യം പറയുന്നുണ്ട്. റമദാനിലെ അനുഗ്രഹീതമായ ഒരു രാത്രിയിൽ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, വളരെ അനുഗ്രഹീതമായ രാത്രിയിൽ, ആ അനുഗ്രഹീതമായ രാത്രിയെ ഒന്നുകൂടി നിർണയിച്ചുകൊണ്ടാണ് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ആ സവിശേഷമായ രാത്രിയിലാണ് നാം വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് അള്ളാഹു പറയുന്നത്. ആ ഖുർആൻ അവതരിപ്പിച്ച മാസമാണ് റമദാൻ. ഖുർആൻ അവതരിപ്പിച്ച റമദാൻ മാസത്തിൽ അള്ളാഹു നമ്മോട് സവിശേഷമായി നിർവഹിക്കാൻ പറയുന്ന ഇബാദത്ത് നോമ്പ്, സിയാം, സൗം എന്ന് പറയുന്ന ഇബാദത്താണ്. ഫമൻ ഷഹീദ മിൻകും അശ്ശഹ്റ ഫൽയസും. ആരെങ്കിലും റമദാനിന് സാക്ഷിയായി കഴിഞ്ഞാൽ അവർ നോമ്പനുഷ്ഠിക്കട്ടെ എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന. എന്തുകൊണ്ടാണ് ഖുർആൻ അവതീർണമായ റമദാൻ മാസത്തിൽ അള്ളാഹു നമ്മോട് നോമ്പനുഷ്ഠിക്കാൻ പറഞ്ഞത്? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ആ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിയണമെങ്കിൽ എന്താണ് ഖുർആൻ എന്ന ചോദ്യത്തിന് കൂടി ഉത്തരം ലഭ്യമാവണം. തീർച്ചയായും വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് നാം അള്ളാഹുവിനോട് നിരന്തരമായി നടത്തുന്ന ഒരു പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം കൂടിയാണ്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, അള്ളാഹുവെ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന നേരായ വഴിയിൽ സഞ്ചരിക്കാനുള്ള ഹിദായത്ത് ഞങ്ങൾക്ക് നൽകണമേ എന്ന് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യാറുണ്ട്. ഒരു ദിവസത്തിൽ ചുരുങ്ങിയത് 17 തവണയെങ്കിലും. ആ ദുആക്ക് അള്ളാഹു നൽകുന്ന ഉത്തരത്തിന്റെ പേരാണ് ഖുർആൻ. അതുകൊണ്ടാണ് സൂറത്തുൽ ബഖറയിൽ, സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം ആദ്യമായി നമ്മൾ ഖുർആനിൽ പാരായണം ചെയ്യുന്നത് അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. യാതൊരു സംശയവുമില്ല, ഈ ഗ്രന്ഥം, ഖുർആൻ എന്ന് പറയുന്ന ഈ ഗ്രന്ഥം മുത്തഖികളാവാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഹിദായത്താണ് നൽകുന്നത്. അപ്പൊ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് അള്ളാഹുവിന്റെ ഹിദായത്ത് ലഭ്യമാവുകയാണ്. ഹിദായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധനാ കർമ്മങ്ങളിലേക്കുള്ള മാർഗദർശനം മാത്രമല്ല, മറിച്ച് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലേക്കും, ആരാധനാനുഷ്ഠാനങ്ങൾക്ക് പുറമെ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക, നാഗരിക, വിദ്യാഭ്യാസ, ആരോഗ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് മനുഷ്യന്റെ എല്ലാ തലങ്ങളിലേക്കും വളരെ കൃത്യമായ വെളിച്ചം, മാർഗനിർദ്ദേശം നൽകുന്നു എന്നതാണ് ഖുർആനിന്റെ പ്രത്യേകത. ആ മാർഗദർശനം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കുന്നതിന് ആവശ്യമായ ഏറ്റവും മനോഹരമായ ഒരു എക്സർസൈസ് ആണ്, ഒരു എക്സ്പീരിയൻസ് ആണ് യഥാർത്ഥത്തിൽ വിശുദ്ധ റമദാനിലെ നോമ്പ് എന്ന് പറയുന്നത്. ആ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ അള്ളാഹു അനുവദിച്ച കാര്യങ്ങൾ ഒരു സന്ദർഭത്തിൽ നമ്മിൽ നിന്ന് ഒഴിവാക്കുകയാണ്. വെള്ളം കുടിക്കുക, ഭക്ഷണം കഴിക്കുക, ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെടുക, ലൈംഗിക ചിന്തകളിൽ നിന്ന് മുക്തമാവുക, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്, ഇതെല്ലാം ഒരുപക്ഷെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണ്. ആ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുന്നത്, എന്നോട് എൻ്റെ ജീവിതത്തിൽ അനുവദിച്ച കാര്യങ്ങൾ പോലും ഒരു സന്ദർഭത്തിൽ ചെയ്യരുത് എന്ന് അള്ളാഹു പറഞ്ഞാൽ ഞാൻ അത് അനുസരിക്കും. അപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ എന്താണെങ്കിലും അത് ജീവിതത്തിൽ അനുസരണയോടുകൂടി പാലിക്കാനും നിലനിർത്തുവാനുമുള്ള പരിശീലനമാണ് യഥാർത്ഥത്തിൽ നോമ്പെങ്കിൽ. ആ നോമ്പ് ഖുർആനിന്റെ അവതീർണമായ ഈ മാസത്തിൽ അള്ളാഹു നമ്മോട് കൽപ്പിച്ചത് യാദൃശ്ചികമല്ല, വളരെ അർത്ഥവത്തായ ഒരു കർമ്മം എന്ന നിലക്കാണ് അത് നിശ്ചയിച്ചിട്ടുള്ളത്. ആ റമദാനിനെ അതിൻ്റെ നോമ്പോടുകൂടി, അതിൻ്റെ സിയാമോടുകൂടി മനോഹരമാക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.